ഇനി ഒരു വട്ടം കൂടെ വലിയ മെജോറിറ്റിയിൽ NDA അധികാരത്തിൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഇലക്ഷൻ ഉണ്ടാവുമോ നമുക്കറിയില്ല. ഇന്നത്തെ ദിവസം പത്രങ്ങളിൽ വരുന്ന, ചാനലുകളിൽ വരുന്ന വാർത്ത നോക്കൂ നിങ്ങള്. ഒരു സിനിമയുടെ പേരിൽ ജാനകി എന്നുള്ളത് കൊണ്ട് അതിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ഏക BJPയുടെ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. ജാനകി എന്നുള്ള പേര് സിനിമയുടെ പേരായിട്ട് അനുവദിക്കില്ല എന്ന് RSS കുത്തി നിറച്ച ഒരു സെൻസർ ബോർഡ് തീരുമാനം പറഞ്ഞിരിക്കുന്നു. PJ ആന്റണിയുടെ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമ ഇനി വരുമോ എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ മാസം വരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതല്ല, രാമൻ എന്നോ സീതയെന്നോ, ഈ രാമന്റെയും സീതയുടെയും പര്യായങ്ങളാണ് ഒരുവിധപ്പെട്ട പേരുകളെല്ലാം. അല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം, ഏതോ നമ്മൾ അറിയാത്ത, ഇന്ത്യയുടേതായിട്ട് ഒരു തരത്തിലും കാണാത്ത എന്തോ ഒരു മാപ്പ് പിറകിലും ഒരു 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 ചടച്ച ദാരിദ്ര്യം പിടിച്ച സിംഹവും ഒരു കോലിന്റെ മുകളിൽ RSSന്റെ ആ ത്രികോണത്തിലുള്ള കൊടിയും കെട്ടിയിട്ട് ഒരു പെണ്ണുങ്ങൾ നിൽക്കുന്നത് ഭാരതാംബയാണെന്നും പറഞ്ഞിട്ട് അത് ഗവർണർ രാജ്ഭവനിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരോട് തിട്ടൂരമിറക്കുന്ന ആ സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്യമായ ഒരു കള്ള കേസിലൂടെ, കള്ള സാക്ഷിമൊഴിയിലൂടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.